നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് ചെയ്യുന്നത്, അതും വെജിറ്റബിൾ ബിരിയാണി. അതീവ രുചിയിൽ ഒരു സ്വയംഭൻ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതിന് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കറുവപ്പട്ട, ഒരു 6-7 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഒരു കറുത്ത ഏലക്ക, ജാതിപത്രി. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊരു 80% ഒന്ന് വേവിച്ച് എടുത്താൽ മതി. മസാല ഉണ്ടാക്കുന്നതിന് ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിനകത്തേക്ക് 4 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും 3 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 6 സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. സവാള നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് സവാള നമുക്ക് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടും. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നല്ല ജീരകത്തിൻ്റെ പൊടി, ഹോം മെയ്ഡ് ഗരം മസാല പൊടി, ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതിന് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. അപ്പോൾ കയ്യിൽ വെച്ചൊന്ന് തിരുമ്മി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. ഇനി ഇതിനകത്തേക്ക് നല്ല കട്ട തൈര് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക. അതേ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒരു വലിയ കിഴങ്ങ്, ഒരു 8-9 ബീൻസ്, ഒരു 2 ക്യാരറ്റ്, ഒരു കോളിഫ്ലവർ, 1 കപ്പ് കുതിർത്ത ഗ്രീൻ പീസ്. ഇത്രയും സാധനം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നും. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില, മല്ലിയില,
ഒരു 4-5 പച്ചമുളക്. ഒരു 15 to 18 മിനിറ്റ്സ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തപ്പോൾ എനിക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പിൻ്റെ അകത്തേക്ക് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, ഗ്രീൻ പീസും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി എന്നിട്ട് നമുക്ക് ദമ്മിനുള്ള ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഒരു ദോശ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പാത്രം, അതായത് വെജിറ്റബിൾ ഗ്രേവി ഉണ്ടാക്കിയ പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഫുള്ള് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യാം. ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ കുറച്ച് ഫ്രൈഡ് ഒനിയൻ നമ്മൾ മാറ്റി വെച്ചിരുന്നു, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് പുതിനയില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബിരിയാണിക്കകത്തേക്ക് ഒരു 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചു. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അറൗണ്ട് 20 മിനിറ്റ്സാണ് നമ്മളിത് ദം ചെയ്യുന്നത്. ദം ചെയ്ത് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെമ്പിൻ്റെ മൂടിയൊക്കെ എടുത്ത് മാറ്റി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ ആ ചോറൊക്കെ ഒന്നൊന്നേ തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിരിയാണി റൈസ് നമ്മളൊരു 80% കുക്ക് ചെയ്തത്. അതേപോലെ നമ്മുടെ വെജിറ്റബിൾസും അതേപോലെ ഒരു 80% കുക്ക് ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ദം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കിടന്ന് അത് കുറച്ചുകൂടി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.